ചൈനയിലെ വുഹാനിൽ നിന്നും കടൽ കടന്നെത്തിയ കൊറോണ വൈറസ് ഉണ്ടാക്കിയ ദുരിത കാലഘട്ടത്തിൻ്റെ ചിത്രങ്ങൾ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ലോകത്തെ മൊത്തം വീടിനകത്തേക്ക് ഒതുക്കി ഭരിച്ച ഒരു മഹാമാരിയായിരുന്നു കോവിഡ്-19. എന്നാൽ കോവിഡ്-19 വെല്ലുന്ന ഒരു ബാക്ടീരിയ കൂടെ ജപ്പാനിൽ നിന്നും കടൽ കയറി തുടങ്ങി. പിടിപെട്ടു കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കും. ഇന്ന് ലോകരാജ്യങ്ങളെല്ലാം ആശങ്കയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ജപ്പാനിലേക്കാണ്. കാരണം അന്ന് ചൈനയിലെ വുഹാനിലല്ലേ രോഗമെന്ന് വിചാരിച്ച് നിസാരമായി കണ്ട കൊറോണ വൈറസ് നമ്മുടെ വീട്ടിലെ പാത്രങ്ങളിലൂടെ വരെ കയറിയിറങ്ങി. അതിനു പുറമെ 70 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ ജീവനെടുത്തിട്ടാണ് കോവിഡ്-19 മടങ്ങിയത്. ഇന്നും പല രാജ്യങ്ങളിലും കോവിഡ്-19 റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ജപ്പാനിൽ നിന്നുള്ള അപൂർവവും മാരകവുമായ ഈ രോഗത്തിന്റെ യഥാർത്ഥ പേര് സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം അഥവാ STSS എന്നാണ്. ഈ രോഗം വരുത്തിവെക്കുന്നത് ഗ്രൂപ്പ് A സ്ട്രെപ്റ്റോകോക്കൽ ബാക്ടീരിയകളെയാണ്. ഈ ബാക്ടീരിയയെ ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയ എന്നാണ് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. കാരണം മനുഷ്യമാംസം കാർന്നു തിന്നാൻ ശേഷിയുള്ള ഒരു ബാക്ടീരിയയാണ് സ്ട്രെപ്റ്റോകോക്കൽ ബാക്ടീരിയ. ഈ ബാക്ടീരിയകൾ കോമണായി നമ്മുടെ എല്ലാം ശരീരങ്ങളിൽ മുറിവും തൊണ്ടവേദനയും പനിയുമെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ തീവ്രമായ ബാക്ടീരിയകളാണ് സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന രോഗാവസ്ഥയിലേക്ക് ചെന്നെത്തിക്കുന്നത്. ഇതിൻ്റെ തീവ്രമായ അവസ്ഥകളിലേക്ക് നോക്കുമ്പോൾ ഇതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ലഭിച്ചാൽ പോലും ഇത് പിടിപെട്ട ആൾ 48 മണിക്കൂറിനകം തന്നെ മരണപ്പെടുന്നതാണ്. അതിൽ തന്നെ പല റിപ്പോർട്ടുകളും പറയുന്നത് രാവിലെ ഒരു വ്യക്തിക്ക് കാലിൽ നീരുണ്ടാവുന്നു, അത് ഉച്ചാവുമ്പോഴേക്കും കാൽമുട്ട് വരെ എത്തും. 2 ദിവസത്തിനു ശേഷം അഥവാ 48 മണിക്കൂറിനകം അദ്ദേഹം മരണപ്പെടുന്നു. രണ്ടാമതായി ഇതിൻ്റെ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് 30% ആണ്. അഥവാ 10 ആളുകൾക്ക് ഇത് പിടിപെട്ടാൽ അതിൽ തീർച്ചയായും 3 ആളുകൾ മരണപ്പെടുന്നതാണ്. ഈ രോഗം സ്പ്രെഡ് ആവുകയാണെങ്കിൽ കൊറോണയേക്കാൾ അതിഭീകരാവസ്ഥയിലേക്കാണ് ലോകം എത്തിച്ചേരുക. കാരണം പിടിപെട്ടവരെല്ലാം 48 മണിക്കൂറിനകം മരണത്തിലേക്ക് വഴുതി വീഴുമ്പോൾ ആരോഗ്യ സംഘടനകൾ വരെ സ്തംഭിച്ചു പോകുന്ന അവസ്ഥയിൽ എത്തിച്ചേരും. കൊറോണ വൈറസിനു സമാനമായി വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും ഈ ബാക്ടീരിയ മറ്റുള്ളവരിലേക്ക് പടരുമെന്നതാണ് ഭയാനകരമായ മറ്റൊരു കാര്യം. ഈ ബാക്ടീരിയ മുറിവുകളിലൂടെയാണ് ഏറെയും നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നാണ് ടോക്കിയോ വുമൺ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ ഗവേഷകർ പറയുന്നത്. കൊറോണയ്ക്ക് സമാനമായ പടർച്ചാ രീതിയാണ് ലോകത്തെ തന്നെ ആശങ്കയോടെ മുൾമുനയിൽ നിർത്തുന്നത്. ശരീരത്തിൽ പ്രവേശിച്ച് 48 മണിക്കൂറിനകം ഒരു മനുഷ്യനെ വരെ കീഴ്പ്പെടുത്തുന്ന ഈ ബാക്ടീരിയ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആകമാന പ്രവർത്തനങ്ങളെയും സ്തംഭിപ്പിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ ഈ ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ അവിടെ ചില പ്രത്യേക ടോക്സിനുകൾ പ്രൊഡ്യൂസ് ചെയ്യും. തൽഫലമായി അത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സ്ട്രീമുകളിലേക്കും അവയവങ്ങളിലേക്കും എത്തിച്ചേരുകയും നമ്മുടെ മസിലുകളെയും ടിഷ്യൂകളെയും ഡയറക്റ്റായി ഈ ബാക്ടീരിയകൾ ബാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടൊക്കെ തന്നെ STSS ബാധിച്ചു കഴിഞ്ഞാൽ ശക്തമായ പനിയും ശരീരവേദനയും ശക്തമായ ഛർദിയും തൊണ്ടവേദനയുമെല്ലാം അനുഭവപ്പെടുന്നതാണ്. കൂടുതൽ തീവ്രമായ അവസ്ഥകളിലേക്ക് പ്രവേശിക്കുമ്പോൾ അഥവാ 48 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ശരീരത്തിലെ പല പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെയും ഈ ബാക്ടീരിയകൾ നിർത്തലാക്കാൻ ആരംഭിക്കും. തൽഫലമായി രക്തസമ്മർദ്ദം കുറയുകയും കിഡ്നി, കരൾ, ശ്വാസകോശം ഇവയുടെ പ്രവർത്തനങ്ങളെല്ലാം പതിയെ മന്ദീഭവിക്കാൻ ആരംഭിക്കും. തൽഫലമായി ആ വ്യക്തി 2 ദിവസത്തിനുള്ളിൽ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്നു. ഇവിടെ ഈ രോഗം ബാധിച്ചവരുടെ റിപ്പോർട്ട് വരുമ്പോൾ കൂടുതലും 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് STSS ബാധിച്ചിട്ടുള്ളത്. ഇത് ജപ്പാനിൽ മാത്രമല്ല റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2022 അവസാനത്തിൽ 5ഓളം വരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലും സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം WHO റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ ഭയാനകരമായ രീതിയിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വർഷമാണ്. നിലവിലെ ജപ്പാനിലെ രോഗബാധ നിരക്ക് ഈ വർഷം 2500 കടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിലെ ഭയപ്പെടുത്തുന്ന കാര്യം മരണനിരക്ക് 30% കിങ് കോച്ച് പറഞ്ഞു. കൈകൾ ശരിയായി കഴുകുക, ശുചിത്വം പാലിക്കുക, രോഗലക്ഷണങ്ങൾ ഉള്ളവരുമായി സമ്പർക്കം ഒഴിവാക്കുക, മുറിവുകൾ കൃത്യമായി ഡ്രസ്സ് ചെയ്യുക എന്നിവയാണ് ഈ ബാക്ടീരിയയുടെ രോഗവ്യാപനം തടയാനുള്ള ചില മാർഗങ്ങൾ. ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. കൊറോണയെ ഒന്നിച്ച് തുരത്തിയതുപോലെ ഈ രോഗത്തെയും നമുക്ക് ഒന്നായി ഒരുമിച്ച് തുരത്താം.